നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? അതെ, ഇംഗ്ലണ്ടിലെ വിപ്ലവങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ റവല്യൂഷൻ, അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ്. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, അമേരിക്ക രണ്ട് ഭൂഖണ്ഡങ്ങൾ നമുക്ക് കാണാം. ഒന്ന് വടക്കേ അമേരിക്കയും മറ്റൊന്ന് തെക്കേ അമേരിക്കയും. വടക്കേ അമേരിക്ക നമുക്ക് ഭൂപടത്തിൻ്റെ മേലെയും കാണാം, അതിന് നേരെ താഴെ കാണുന്ന തെക്കേ അമേരിക്കയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വടക്കേ അമേരിക്കയെക്കുറിച്ചാണ്. തെക്കേ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക എന്നൊരു മറ്റൊരു പേരും കൂടെ ഉണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വടക്കേ അമേരിക്കയെക്കുറിച്ചാണ്. അവിടെ നടന്ന റെവല്യൂഷൻസ്, അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ MSU ടോക്സ് എന്നുള്ള ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് എന്താക്കാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്നത് രണ്ട് ഭൂഖണ്ഡങ്ങളായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അതിൽ വടക്കേ അമേരിക്കയെക്കുറിച്ചായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കി തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ നോക്കി, ഈ അമേരിക്കൻ ഭൂഖണ്ഡം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ്. ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്കൻ ഭൂഖണ്ഡം ആദ്യമായി കണ്ടെത്തുന്നത്. ഈ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടെത്തിയത് 1492-ലാണ്. 1492-ലാണ് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക ഭൂഖണ്ഡം കണ്ടെത്തുന്നത്. അതായത് നമുക്കറിയാം, 1498-ലാണ് വാസ്കോ ഡ ഗാമ എവിടെ എത്തുന്നത്? ഇന്ത്യയിലെത്തുന്നത്. ഈ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്നത് സ്പെയിൻ രാജാവിൻ്റെ നാവികസേന പടത്തലവനായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ്. അന്ന് എല്ലാവരും ഇന്ത്യയിലേക്ക് എന്നുള്ള രീതിയിലായിരുന്നു കപ്പൽ കയറിയിരുന്നത്. അങ്ങനെ പുതുതായിട്ട് ക്രിസ്റ്റഫർ കൊളംബസ് ഒരു സ്ഥലം കണ്ടെത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ, അവിടെയുള്ള തദ്ദേശവാസികളെ കണ്ടപ്പോൾ അദ്ദേഹം എന്താക്കുകയാണ്? റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അതാണ് അമേരിക്കയുടെ തദ്ദേശവാസികൾ എന്നറിയപ്പെടുന്നത്. അത് റെഡ് ഇന്ത്യൻസ് ആണ്. ആരാണ് റെഡ് ഇന്ത്യൻസ്? ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലേക്ക് കപ്പൽ മാർഗം എത്തിപ്പെട്ട സമയത്ത്, അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിപ്പെട്ട സമയത്ത് ഇന്ത്യ ആണെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ആളുകളെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അതുകൊണ്ട് പിന്നീട് അവരറിയപ്പെട്ടു റെഡ് ഇന്ത്യൻസ് എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരല്ല, അമേരിക്കക്കാർ തന്നെ. പക്ഷേ ക്രിസ്റ്റഫർ കൊളംബസ് അങ്ങനെ വിചാരിച്ചു പോയതാണ്. ഓക്കെ, അപ്പം ക്രിസ്റ്റഫർ കൊളംബസ് ഇവിടെ അമേരിക്കയിലേക്ക് വന്ന കപ്പലുകൾ ഏതൊക്കെയാണ്? സാൻഡേ മറിയ, നൈന, പിൻഡെ എന്ന് പറയുന്ന 3 കപ്പലുകൾ. അതായത് അദ്ദേഹവുമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ അവിടുത്തെ അദ്ദേഹം നമ്മൾ പറഞ്ഞു, അവിടുത്തെ സ്പെയിനിലുള്ള രാജാവിൻ്റെ നാവികസേന പടത്തലവനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആളുകളൊക്കെ എന്തുണ്ടായിരുന്നു? ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവരൊക്കെ ഉണ്ടായി. ഈ 3 കപ്പലുകളിലാണ് വന്നത്. ആ 3 കപ്പലുകൾ എന്ന് പറയുന്നത് സാൻഡേ മറിയ, നൈന, പിൻഡെ എന്ന് പറയുന്ന 3 കപ്പലുകളായിരുന്നു. ഇനി നോക്കിയേ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരാണ് തീർത്ഥാടക പിതാക്കൾ. അതായത് ഇംഗ്ലണ്ടിൽ നിന്നും പലായനം ചെയ്തു വന്നവരാണ് തീർത്ഥാടക പിതാക്കൾ. അഥവാ നമ്മൾ പറഞ്ഞു, അവിടെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ആരായിരുന്നു? സ്റ്റുവർട്ട് രാജാക്കന്മാരിലെ ജെയിംസ് അവിടുത്തെ രാജാവിൻ്റെ ഒരു ഭരണരീതി നമ്മൾക്കറിയാം എങ്ങനെയായിരുന്നു. അതെ, ജെയിംസ് ഒന്നാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല. അവിടെ രാജാവ്, മതം, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ എന്നിങ്ങനെയായിരുന്നു അവിടുത്തെ ഭരണവാഴ്ച എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനം കാരണം അവിടുന്ന് എന്താക്കുകയാണ്? ആളുകൾ അമേരിക്കയിലേക്ക്, അഥവാ വടക്കേ അമേരിക്കയിലേക്ക് എന്താക്കി? അവിടുന്ന് ഒരു പറ്റം ആളുകൾ പലായനം ചെയ്തു. എങ്ങനെ? ജെയിംസ് ഒന്നാമൻ്റെ ഇംഗ്ലണ്ടിൽ വെച്ചുള്ള അന്നത്തെ രാജാവായ ജെയിംസ് ഒന്നാമൻ, സ്റ്റുവർട്ട് രാജാവായ ജെയിംസ് ഒന്നാമൻ, അഥവാ എപ്പോഴാണ് നടക്കുന്നത്? ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ. ഈ സമയത്ത് ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനം കാരണം എവിടത്തേക്ക് വരികയാണ്? അവർ അമേരിക്കയിലേക്ക് പലായനം ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് പലായനം ചെയ്തു. ഇങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്നും പലായനം ചെയ്തു വന്നവരാണ് തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ തീർത്ഥാടക പിതാക്കൾ അന്ന് അമേരിക്കയിലേക്ക് വന്നിട്ട് എന്താക്കുകയാണ്? ഇവിടെ കോളനികൾ സ്ഥാപിച്ചു. അങ്ങനെ 13 കോളനികൾ അമേരിക്കയിൽ ഇംഗ്ലണ്ടുകാരെന്താക്കുകയാണ്? നിർമ്മിക്കുകയാണ് 13 കോളനികൾ. ഈ 13 കോളനികളിലായിരുന്നു പിന്നീട് തീർത്ഥാടക പിതാക്കൾ താമസിച്ചിരുന്നത്. ഈ തീർത്ഥാടക പിതാക്കൾ, ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് വന്ന തീർത്ഥാടക പിതാക്കൾ, അവർ വന്ന കപ്പലിൻ്റെ പേരാണ് മേഫ്ലവർ. എന്താണ്? മേഫ്ലവർ.
പിന്നീട് ഈ 13 കോളനികളെ ഇംഗ്ലണ്ട് എന്താക്കുകയാണ്, നമ്മൾക്കറിയാം അവർക്ക് ഭരണം ഒരു സ്ഥലം കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷത്തിൽ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു സംഗതി ആയിരുന്നു. അത് പൊതുവെ രാജാക്കന്മാർക്കുണ്ടാകും. പക്ഷേ ഈ ഇംഗ്ലണ്ടുകാർ അവിടുന്ന് അവരുടെ രാജ്യത്ത് നിന്ന് വന്ന് അമേരിക്കയിൽ തമ്പടിച്ചിരുന്ന ഈ 13 കോളനികളിൽ എന്താക്കുകയാണ്, അവരുടെ വാണിജ്യ കേന്ദ്രമായി മാറ്റുകയാണ്. വാണിജ്യ കേന്ദ്രമായി മാറ്റുക, അതായത് അവരുടെ സാധനങ്ങൾ വിൽക്കാനും അവിടുത്തെ പ്രൊഡക്ട്സ് ഇവർക്ക് മാത്രം വിൽക്കാനുമായിട്ടുള്ള ഒരു വാണിജ്യ കേന്ദ്രം മാത്രമായിട്ട് ഈ 13 കോളനികളെ മാറ്റി. അങ്ങനെ അവർ 13 കോളനികൾ ഇംഗ്ലണ്ട് നടത്തിയ വാണിജ്യ നയത്തിൻ്റെ പേരാണ് മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ. മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ നമ്മൾ SCERTൻ്റെ 10th ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നമുക്കത് കറക്റ്റ് വിശദമായിട്ട് പറയുന്നുണ്ട്. 5 മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇവ അതിനെന്താണ് പറയപ്പെടുന്നത്, അഥവാ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എന്ത് ഉൽപ്പന്നമാണെങ്കിലും അത് ഇംഗ്ലീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, അവരുടെ കയ്യിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങാൻ പാടുള്ളൂ, അവരുടെ കപ്പലിൽ മാത്രമേ പ്രൊഡക്ട്സ് കൊടുത്തു വിടാൻ പാടുള്ളൂ, പുറത്തേക്ക് അയക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇവർ സ്വമേധയെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല, ഇവരിതിന് നികുതി അടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് 5 തരത്തിലുള്ള ഒരു മെർക്കൻറ്റിലിസ്റ്റ് നയങ്ങളാണ് ഇവരിവിടെ പുറപ്പെടുവിക്കുന്നത്. അതായത് ഇവരുടെ മേലിലേക്ക് എന്താക്കാണ്, ഇവരെല്ലാം കൂടി അടിച്ച് അമർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ഈ മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ മാത്രമല്ല അവരെന്താക്കുകയാണ്, കുറച്ച് വാണിജ്യ നിയമം കൂടാതെ നിയമങ്ങളും കൂടി നടപ്പിലാക്കിയിട്ടുണ്ട്. നാവിഗേഷൻ ആക്ട്, ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ട്. അഥവാ ഇവരുടെ മേലിലേക്ക് എന്താക്കുകയാണ്, അവിടുന്ന് ഒരു നികുതി പിടിച്ചു വാങ്ങുക, അഥവാ അവരുടെ കയ്യിൽ നിന്ന് നികുതി ചോദിച്ച് അവരുടെ നൽകുക എന്നുള്ളതല്ല, അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുക, നികുതി അടിച്ചേൽപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് ഇവർ മാറുകയാണ്. ഇംഗ്ലീഷുകാർ ഈ 13 കോളനികളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട്, അഥവാ ഇംഗ്ലണ്ടിൽ നിന്ന് പലായനം ചെയ്തു വന്ന ഇവരുടെ മേലിലേക്ക് തന്നെ അടിച്ചേൽപ്പിക്കുകയാണ്. നികുതി നിർബന്ധമായിട്ടും നിങ്ങൾ നൽകണം, നിങ്ങളുടെ വാണിജ്യ സംഗതികൾ ഇങ്ങനെയൊക്കെ ആവണമെന്നും പറഞ്ഞിട്ട് ഇവർ അടിച്ചേൽപ്പിക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നീട് ഇവർ സഹികെട്ട് ഇവർ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ കോളനികൾ പ്രതികരിക്കുന്ന സമയത്ത് മുന്നോട്ട് വെച്ച മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതായത് ഇവർ പറയുകയാണ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ലെന്ന് പറഞ്ഞാൽ അന്നത്തെ പാർലമെൻറ്റിൽ ഇവർക്കൊരു അവകാശവുമില്ല, ഇവർക്കൊരു അവകാശവും ആ ഒരു അംഗത്വം ഒന്നും ഇല്ല. പിന്നെ എന്തിന് ഞങ്ങൾ ഇവിടെ നികുതി നൽകണം, ഞങ്ങൾക്ക് പാർലമെൻറ്റിലേക്ക് ഒരു അംഗത്വം ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ നികുതി നൽകുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ കീഴിലാണ് പ്രാതിനിധ്യമില്ലാതെ, അഥവാ പാർലമെൻറ്റിൽ അംഗത്വമില്ലാതെ നികുതിയേ ഇല്ല, ഞങ്ങൾ നികുതി നൽകേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾ അവിടുത്തെ പാർലമെൻറ്റല്ല, ഞങ്ങൾ അവിടുത്തെ പാർലമെൻറ്റിൽ ഒരു അംഗത്വമില്ല, ഞങ്ങൾ അവിടുന്ന് പലായനം ചെയ്ത് വന്നവരാണ്, അതുകൊണ്ട് നികുതി നൽകേണ്ടത് ആവശ്യമില്ല എന്നുള്ളൊരു മുദ്രാവാക്യം അവിടുന്ന് പുറപ്പെടുവിക്കുകയാണ്. ഈ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കുന്ന ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ്. ഇതിൻ്റെ കൂടെ തന്നെ ഇവർ ഈ ഒരു സമരം നടത്തുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു സംഗതിയായിരുന്നു സപ്തവത്സര യുദ്ധം. ഇത് നടക്കുന്നത് 1786 to 1763. സപ്തം എന്ന് പറഞ്ഞാൽ 7, അഥവാ 7 വർഷക്കാലം നീണ്ടുനിന്ന യുദ്ധം എന്നാണ് അർത്ഥം. 1786 മുതൽ 63 പറയുമ്പോൾ 7 വർഷക്കാലം നീണ്ടുനിന്ന യുദ്ധം. ഈ യുദ്ധം നടക്കുന്നത് നമ്മൾ പറഞ്ഞു, ഈ യുദ്ധം ഇതിൽ കൂട്ടി വായിക്കേണ്ടതാണെന്ന് പറയാൻ കാരണം ഈ യുദ്ധം നടന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു. ആരൊക്കെ? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ. അങ്ങനെ ഇംഗ്ലണ്ടുകാരെന്താക്കി, ഇവിടെ ഫ്രാൻസുകാരെ തോൽപ്പിച്ചു, ഫ്രാൻസുകാരെ പരാജയപ്പെടുത്തി. നമ്മൾ ഒരാളെ പരാജയപ്പെടുത്തിയാൽ പിന്നീട് നമ്മളോട് ജയിച്ച ഒരു രാജ്യം മറ്റൊരാളെ ജയിച്ച് ആ രാജ്യത്തിനോട് എന്താക്കുകയാണ്, ഈ വേറൊരു രാജ്യം അല്ലെങ്കിൽ വേറൊരാളുകൾ അവിടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരോട് യുദ്ധം നടത്തുമ്പോൾ ഈ തോറ്റ രാജ്യം പൊതുവെ എന്താ ചെയ്യുക, മറ്റേ രാജ്യത്തിന് സപ്പോർട്ട് നൽകുകയാണ് ചെയ്യുക. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ സപ്തവത്സര യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ ഫ്രാൻസുകാർ അവിടെ തോൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്, പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ട സമയത്ത് ഫ്രാൻസുകാർ മനസ്സിലാക്കി ഈ 13 കോളനികൾ, തീർത്ഥാടന പിതാക്കൾ എന്ന് പറയപ്പെട്ട ഈ 13 കോളനികൾ വടക്കേ അമേരിക്കയിൽ താമസിക്കുന്ന ആളുകൾ അമേരിക്ക ഇംഗ്ലണ്ടുമായിട്ട് അഥവാ ബ്രിട്ടീഷുകാരുമായിട്ട് എന്താക്കുകയാണ്, യുദ്ധം നടത്തുന്നുണ്ട്, അവരുമായിട്ട് പ്രശ്നങ്ങളിലാണെന്ന് മനസ്സിലാക്കിയ ഫ്രാൻസുകാരെന്താക്കി, ഇവർക്ക് ആയുധവും ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകുകയാണ്. ഈ കോളനികളൊക്കെ ഫ്രാൻസുകാരങ്ങ് സഹായിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് സപ്തവത്സര യുദ്ധം ഇതിൽ കൂട്ടി വായിക്കേണ്ട ഒന്നാണ്. ഇത് നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുകയില്ല, അതുകൊണ്ടാണ് കൃത്യമായി പറയുന്നത്.
അപ്പം ഇതെല്ലാം ഇവരെന്താക്കി മനസ്സിലാക്കിയിട്ട് ഇവരുടെ കൂടെ നിൽക്കുകയാണ്. ആരുടെ കൂടെ? ഈ കോളനികളുടെ കൂടെ നിന്നു. അപ്പോൾ കോളനികൾക്കൊരു സപ്പോർട്ടും കൂടി കിട്ടുകയാണ് ഫ്രാൻസിൽ നിന്ന്, ഫ്രാൻസുകാരുടെ കയ്യിൽ നിന്നൊരു സപ്പോർട്ട്. അഥവാ ഇവർക്കുള്ള യുദ്ധത്തിനുള്ള സാമഗ്രികളൊക്കെ ആര് നൽകുകയാണ്? ഫ്രാൻസുകാർ നൽകുകയാണ്. കാരണം ഫ്രാൻസുകാരോട് തോറ്റു നിൽക്കുകയാണല്ലോ. അങ്ങനെ ഫ്രാൻസുകാർ എന്താക്കി? എല്ലാ സഹായങ്ങളും ഇവർക്ക് നൽകി. പിന്നീട് ഇവർ നല്ലവണ്ണം ഇവരെ എന്താക്കുകയാണ്? ആക്രമിക്കാൻ തന്നെ തുടങ്ങുകയാണ്. ആര്? ബ്രിട്ടീഷുകാർ. ഇങ്ങനെ ചെയ്ത സമയത്ത് ബോസ്റ്റൺ ടീ പാർട്ടി അഥവാ 1773 ഡിസംബർ 16 ഈ ഒരു സംഭവം നടക്കുന്നത്. അന്ന് തദ്ദേശവാസികൾ, നമ്മൾ ആദ്യം പറഞ്ഞു ക്രിസ്റ്റഫർ കൊളംബസ് വിരിച്ചിരുന്ന റെഡ് ഇന്ത്യൻസ്, വടക്ക് അമേരിക്കയിലുള്ള തദ്ദേശവാസികൾ. ഈ തദ്ദേശവാസികളുടെ വേഷം ധരിച്ചിട്ട് എന്താക്കുകയാണ്? ബോസ്റ്റണിൽ ഒരു വിഭാഗം ജനങ്ങൾ അന്നത്തെ ബോസ്റ്റൺ തുറമുഖത്തിലിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതായത് ഈ ഒരു സംഭവം നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇവർക്ക് പിന്നെന്താക്കുന്നില്ല, ഒരു പ്രൊഡക്റ്റും ഒരു ഉൽപ്പന്നവും ഈ കോളനികളിലേക്ക് ഇംഗ്ലീഷുകാർ കൊടുക്കുന്നുമില്ല. ഇവരുടെ ഒരു ഉൽപ്പന്നം ഇവർ സ്വീകരിക്കുന്നുമില്ല, മറ്റൊരാൾക്ക് കൊടുക്കാൻ സമ്മതിക്കുന്നുമില്ല. അങ്ങനെ ഇവരിലേക്ക് ഒരു കപ്പലിനെയും അടുപ്പിക്കാതിരുന്ന സമയത്തായിരുന്നു ബോസ്റ്റൺ ഭാഗത്ത് ഒരു തുറമുഖത്തിൽ എന്താക്കുന്ന ഒരു കപ്പൽ അടിഞ്ഞുകൂടുന്നത്. ആരുടെ? ഇംഗ്ലീഷുകാരുടെ ഒരു കപ്പൽ വരുന്നത്. ഈ കപ്പൽ വന്ന സമയത്ത് അതിൽ മുഴുവനും എന്തായിരുന്നു? തേയിലകളായിരുന്നു. തേയില എന്ന് പറഞ്ഞാൽ നമ്മൾ ചായപ്പൊടി, ചായയില, തേയില, അങ്ങനെ പല പേരുകളെല്ലാം നമ്മൾ പറയും. അപ്പോൾ തേയില എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ തേയില ഉണ്ടായിരുന്നത്. ഈ തേയില എന്താക്കുകയാണ്? 342 പെട്ടികൾ തേയില ഉണ്ടായിരുന്ന ഈ കപ്പലിൽ ഇവർ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷത്തിൽ വന്നിട്ട് ബോസ്റ്റണിലൊരു വിഭാഗം ജനങ്ങൾ, അഥവാ ഈ ഒരു ബോസ്റ്റൺ എന്ന് പറയുന്ന ഈ കോളനിയിൽപ്പെട്ട ഭാഗമായിരുന്നു, ഇവരുള്ള ജനങ്ങൾ കയറി വന്നിട്ട് ഈ 342 പെട്ടികളിലും എന്താക്കുകയാണ്? കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് പിന്നീട് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെട്ടത്. ഇതെപ്പോഴാണ് നടന്നത്? 1773 ഡിസംബർ 16. ചോദ്യം വരും, ക്വസ്റ്റ്യൻ വരും, ശ്രദ്ധിക്കണം. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1773 ഡിസംബർ 16. മാറിപ്പോയത്. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് മനസ്സിലായല്ലോ. ഇത് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞൊരു സംഭവം പറയുമ്പോൾ തന്നെ നമുക്ക് ആ വർഷവും ഡേറ്റും മാസവും ഒക്കെ കറക്റ്റ് ഓർമ്മ വരണം. അതുകൊണ്ടാണ് ആ സംഭവം കൃത്യമായി വിശദീകരിച്ചത്. ഓക്കെ, എത്ര പെട്ടികൾ? 342 പെട്ടികൾ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ സമയത്ത് ആ ബോസ്റ്റണിലെ ജനങ്ങൾ എന്താക്കുകയാണ്? കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് പിന്നീട് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെട്ടത്. പിന്നീട് ഇവരുടെ ഇംഗ്ലീഷുകാരുടെ അക്രമങ്ങളും അവരുടെ എല്ലാ നികുതി ചുമത്തലുകളും അക്രമങ്ങളും പീഡനങ്ങളും എല്ലാം എന്താക്കി വർദ്ധിച്ചു വന്ന സമയത്ത് ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം രൂപീകരിക്കുകയാണ്. ഈ കോളനികൾ, വടക്കേ അമേരിക്കയിലുള്ള ഈ കോളനികൾ ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം രൂപീകരിച്ചു. ഏതാണത്? സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ. എന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ എന്ന് പറയുന്ന ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം രൂപീകരിച്ചു. ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സാമുവൽ ആദംസ്. ആരാണ്? സാമുവൽ ആദംസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് ഈ ഒരു ശക്തി പകർന്നു നൽകിയത് അന്നത്തെ യൂറോപ്യൻ കൺട്രികളുടെ സമരമുറകളൊക്കെ ആയിരുന്നു ഇവർക്ക് എന്താക്കിയത്? ശക്തി പകർന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, അന്നത്തെ ചില സാമൂഹ്യ പ്രവർത്തകരുടെ വാക്കുകളും അവരുടെ പ്രചോദനങ്ങളൊക്കെ, റൂദർ പോലുള്ള പ്രചോദനങ്ങളൊക്കെ ആർക്കുണ്ടായിരുന്നു? ഇവർക്ക്. ആർക്ക്? ഈ ഇംഗ്ലീഷുകാർക്ക്, ഈ വടക്കേ അമേരിക്കയിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു അവരെ ഇതിലേക്ക് നയിച്ചിരുന്നത്. അങ്ങനെ ഒരു ദേശീയ പ്രസ്ഥാനം എന്താക്കുകയാണ് ഇവർ അതിലേക്ക് രൂപീകരിച്ചു. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മക്കൾ. അത് രൂപീകരിക്കുന്നത് സാമുവൽ ആദംസ് ആണ്. ആരാണ്? സാമുവൽ ആദംസ്. ഓക്കെ, അങ്ങനെ 13 കോളനികൾ എന്താക്കുകയാണ് ഈ ഒരു പ്രസ്ഥാനമൊക്കെ രൂപീകരിച്ചു. അങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. അതാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. എന്താണ്? കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 2 സമയത്തായിട്ടാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും. ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് അത് ഫിലാഡൽഫിയയിൽ വെച്ചാണ്. എന്നാൽ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം എപ്പോഴാണ്? 1774. 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇതിൽ 13 കോളനികളും ഒരുമിച്ച് വന്ന് അവിടെ ഇരുന്ന് അഥവാ ഒരു വട്ടമേശ സമ്മേളനം നടത്തി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. പിന്നീട് 1775 പിറ്റേ വർഷം തന്നെ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും കൂടി ഒത്തുചേർന്നു. അങ്ങനെ ഒത്തുചേർന്ന സമയത്താണ് ബ്രിട്ടനെതിരെ നമ്മൾക്ക് എന്താക്കണം, നിർബന്ധമായിട്ടും അക്രമങ്ങൾ, അവരുടെ എതിരെ യുദ്ധം ചെയ്യണം, അതിനൊരു സൈന്യം തന്നെ വേണം, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വന്ന് അങ്ങനെ ബ്രിട്ടനെതിരെയുള്ള സൈന്യത്തിനെ രൂപീകരിക്കും. അതിൻ്റെ തലവനായിട്ട് ജോർജ് വാഷിങ്ടണിനെ
നിയമിക്കുകയും ചെയ്തു. നമുക്കറിയാം ജോർജ് വാഷിങ്ടൺ ആരാണെന്ന് പറഞ്ഞാൽ അറിയാം, US ആദ്യത്തെ പ്രസിഡൻ്റാണ് ജോർജ് വാഷിങ്ടൺ. ഇതൊക്കെ നമ്മൾ എന്താക്കും ശേഷം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അന്നത്തെ ബ്രിട്ടനെതിരെയുള്ള സൈന്യത്തിൻ്റെ തലവനായിട്ടാണ് ആര് വരുന്നത്? ജോർജ് വാഷിങ്ടണിനെ ഇവർ 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, എത്രാമത്തെ? രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ എന്താക്കുകയാണ്? നിയമിക്കുകയാണ്. അങ്ങനെ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ അന്ന് നിയമിക്കുകയും പിറ്റേ വർഷം തന്നെ 1776 ജൂലൈ 4, കൃത്യമായി ഓർക്കണം, 1776 ജൂലൈ 4 എന്താക്കുകയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണ്. എപ്പോഴാണ്? 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചേർന്നു. 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ ജോർജ് വാഷിങ്ടണിനെ സൈന്യത്തിൻ്റെ പടത്തലവനാക്കി മാറ്റിയിട്ട് പിന്നീട് 1776 ഒരു വർഷക്കാലത്തോളമല്ല, അപ്പോൾ തന്നെ എന്താക്കുകയാണ്? അവിടുന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി 1776 ജൂലൈ 4. ഇന്ന് നമ്മൾക്കറിയാം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15 അമേരിക്ക സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ജൂലൈ 4. എപ്പോഴാണ്? ജൂലൈ 4. അങ്ങനെ ജൂലൈ 4 എന്താക്കുകയാണ്? അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും എന്താക്കിയിട്ടില്ല? അവിടുന്ന് ബ്രിട്ടീഷുകാർ ഇവരുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഇവർ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് ഉള്ളതെന്ന് നമ്മൾ ഓർക്കണം. അപ്പം ഇപ്പോഴും ബ്രിട്ടീഷുകാർ ഇവർക്ക് എന്താക്കിയിട്ടില്ല, അതിനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നില്ല. 1776 ഇവരെന്താക്കുന്നത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതെങ്കിലും അങ്ങനെ അന്നത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിലുള്ള ആദ്യത്തെ വരി എന്തായിരുന്നു? സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് എല്ലാ മനുഷ്യരെയും ദൈവം തുല്യരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, എന്ന വരിയിലൂടെയായിരുന്നു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ശ്രദ്ധിക്കണം. എല്ലാ മനുഷ്യരെയും ദൈവം തുല്യരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഓപ്ഷൻസിൽ ഫ്രഞ്ച് വിപ്ലവം നൽകാം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം, അല്ലെങ്കിൽ നമ്മൾ പല വിപ്ലവങ്ങളും പറഞ്ഞു തരും. റഷ്യൻ വിപ്ലവം പറയും, അതിൽ ഒന്ന് കൊടുക്കും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നും കൊടുക്കും. അപ്പോൾ നമ്മൾ ഏതെഴുതണം? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് എഴുതണം. അല്ലെങ്കിൽ മറ്റുള്ളതിൻ്റെ ഒന്നിൻ്റെയും നമ്മൾക്ക് ചില സമയത്ത് തോന്നിപ്പോകും ഇതിൻ്റെ എന്താ പറയുക മുദ്രാവാക്യമാണെന്ന് വിചാരിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല, ഇത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ആദ്യത്തെ വരിയാണ്. നമ്മൾ ഭരണഘടനയുടെ ആദ്യത്തെ വരി നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലൂടെ ആദ്യത്തെ വരി അത് നമ്മൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കണം. അത് നിർബന്ധമായിട്ട് ക്വസ്റ്റ്യൻസിൽ PSC പോലുള്ള മത്സര പരീക്ഷകളിൽ നിർബന്ധമായും ചോദിക്കപ്പെടുന്ന ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു അമേരിക്കയുടെ സൈനിക തലവൻ ആരാണെന്ന് പറഞ്ഞു? ജോർജ് വാഷിങ്ടൺ. എന്നാൽ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ മേജർ എന്നറിയപ്പെട്ടത് കോൺവാലിസ് ആണ്. ആരാണ്? കോൺവാലിസ്. അങ്ങനെ ബ്രിട്ടീഷ് സൈന്യത്തെ ജോർജ് വാഷിങ്ടണിൻ്റെ സൈന്യം പരാജയപ്പെടുത്തി കോൺവാലിസിനെ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് സൈന്യം എന്താക്കുകയാണ്? അമേരിക്കൻ സൈന്യം ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിച്ചതെപ്പോഴാണ്? 1781 അമേരിക്കൻ സൈന്യം ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1781 തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അന്നും ബ്രിട്ടീഷ് സൈന്യം എന്താക്കിയിട്ടില്ല, ഇവർക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അധികാരം കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നും പറഞ്ഞ് പോയിട്ടില്ല. നമ്മൾക്കറിയാം 1947 ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ സ്വാതന്ത്ര്യം നൽകി ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പക്ഷേ അന്ന് 1781 യുദ്ധം അവസാനിച്ചിട്ടുണ്ടെങ്കിലും അന്ന് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. സ്വാതന്ത്ര്യം 1776 നമ്മൾ ചിന്തിക്കണം, 1776 പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ നൽകിയിട്ടില്ല. അങ്ങനെ ഇംഗ്ലണ്ടിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് എപ്പോഴാണ്? 1783. അപ്പം വർഷം മാറിപ്പോകരുത്. എപ്പോഴാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്? 1774. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 75. എപ്പോഴാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം? 76 ജൂലൈ 4. മാറിപ്പോകരുത്. ദിവസവും മാസവും വർഷം കൃത്യമായി ഓർമ്മ വേണം. 1781 ജോർജ് വാഷിങ്ടണിൻ്റെ സൈന്യം
കോൺവാലിസ് മേജറായ ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിക്കുന്നത്. ഇപ്പോൾ 13 കോളനികൾക്ക് ബ്രിട്ടീഷ് സൈന്യം അഥവാ ഇംഗ്ലണ്ടുകാർ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് 7 വർഷങ്ങൾക്ക് ശേഷം 1783 ഈ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് സപ്തവത്സര യുദ്ധം. ഏത് സപ്തവത്സര യുദ്ധം? എന്തേ സപ്തവത്സര യുദ്ധം നമ്മൾ പറഞ്ഞു? അത് ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു. അതിൽ ഫ്രാൻസ് തോറ്റപ്പോൾ ഫ്രാൻസുകാർ ആർക്ക് സഹായം നൽകി? ഈ 13 കോളനികൾക്ക് സഹായം നൽകി. ഈ പാരീസ് ഉടമ്പടി നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്? ഫ്രാൻസിൽ വെച്ചിട്ടാണ്. ഈ ഉടമ്പടിയുടെ കീഴിലാണ് അന്നത്തെ അമേരിക്കക്ക്, വടക്കേ അമേരിക്കക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. ഓക്കെ, ക്ലിയറായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഇന്ന് പറഞ്ഞത് അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് ഈ ക്ലാസ് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഇത് എക്സാമിന് വരുന്ന വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലും ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില ഭാഗങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ക്ലാസ് കൃത്യമായി കേൾക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ MSView Talks എന്നുള്ള ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ MSView Talksൻ്റെ ഓൺലൈൻ ഫ്രീ PSC ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ 8 to 10 വരെയുള്ള ഹൈസ്കൂൾ വിഭാഗത്തിനുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അധിക ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടിരുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കി അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം മുമ്പത്തെ ഇംഗ്ലണ്ടിലെ വിപ്ലവം, അത് രക്തരഹിത വിപ്ലവം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മളുടെ ചാനൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.